അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ ചാനലിലെ ഒരു സീരീസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നീറ്റ് 2026 വന്ന ക്വസ്റ്റ്യനുകളെ പോലുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ, നീറ്റ് 2026 ബയോളജി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ, എവല്യൂഷൻ ചാപ്റ്ററിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ ഇതാ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ആൻസറും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും ഈ ഇവൻറ്റുകൾ സീരീസായിട്ട് നമ്മൾ കറക്റ്റ് സീരീസ് അല്ലെങ്കിൽ സീക്വൻസ് കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ നീറ്റ് എക്സാമിനേഷനും ഉള്ളത് തന്നെയാണ്. എല്ലാ നീറ്റ് എക്സാമിനേഷനും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നമുക്ക് എവല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെ ഇതുപോലെ കറക്റ്റ് സീക്വൻസ് കണ്ടുപിടിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദ ഫോളോയിങ് ഹോമിനിഡ്സ് അക്കോർഡിംഗ് ടു ഇൻക്രീസിങ് cranial capacity. ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, നിയതർതൽ മാൻ, ഓസ്ട്രലോപിത്തക്കസ്. നോക്കി, നമ്മുടെ NCERT-യിൽ ഈ പറയുന്ന ഹോമിനിഡ്സിൻ്റെ ഒക്കെ തന്നെ ക്രേനിയൽ കപ്പാസിറ്റി വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ക്രേനിയൽ കപ്പാസിറ്റി വരുന്നത് നിയതർതൽ മാൻ ആണ്. അപ്പോൾ അത് അവസാനം വരികയാണ്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ NCERT അത്രയും കൃത്യതയോടെ വായിച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സീക്വൻസ് തെറ്റിപ്പോകാതെ തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ട് ഉടനെ കാണാം. ബൈ.